ഹലോ ഗൈസ്, എല്ലാവർക്കും ഫ്രോങ്സറിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇപ്പോൾ 103 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ ദിവസമാണ് ആയത്. നമ്മളുടെ ഡാഷ് ക്യാം വീഡിയോ, അങ്ങനെ ചില വീഡിയോകൾ മാത്രം നല്ല ട്രെൻഡിങ്ങിൽ ഓടുന്നുണ്ട്. ഒരു 7K 8K വരെയൊക്കെ ഇപ്പോൾ വ്യൂസ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇത് യൂട്യൂബേഴ്സിന് മാത്രമാണോ അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിന് മാത്രമാണോ ഉപകാരപ്പെടുന്നത് ചോദിച്ചാൽ അല്ല. പിന്നെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് റീൽ ചെയ്യാൻ വേണ്ടി തന്നെ ഉള്ളതാണല്ലോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീല് ചെയ്യുന്നവർക്കും നിങ്ങളുടെ റീലുകളൊക്കെ നല്ല ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്യാനും അത് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഈ ആപ്പിൽ നിന്ന് പോസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം തന്നെ എഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ കരുതി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അവർ പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ഫ്രോങ്സർ. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക്. ഇൻസ്റ്റാഗ്രാമിൻ്റെ എഡിറ്റ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മറ്റ് ആപ്ലിക്കേഷനെ കടത്തി വെട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത കുറവാണ്. കാര്യം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പോലും ഇൻഷോട്ട് അല്ലെങ്കിൽ VN-ലൊക്കെയാണ്. ഇൻഷോട്ടിലാണ് പൊതുവെ ഞാൻ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നത്. ഒത്തിരി ലെങ്തി വീഡിയോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ, ഇപ്പോൾ നമ്മുടെ ഡാഷ് ക്യാമിൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ പ്രീമിയർ പ്രോയിലും ആഫ്റ്റർ വർക്സിലും ഒക്കെ ചെയ്തിട്ടുള്ളൂ. അതുപോലെ നമ്മളുടെ ഇൻട്രോ വീഡിയോ ആഫ്റ്റർ വർക്സിലാണ് ചെയ്തത്. അപ്പോൾ അത് അങ്ങോട്ട് പോകാതെ നമ്മുടെ മൊബൈലിലേക്ക് ഉള്ള കാര്യം പറയുമ്പോഴത്തേക്ക് കൂടുതലും ഇൻഷോട്ടും VN-ഉം ഒക്കെയാണ്. ഇൻഷോട്ട്, VN, ക്യാപ് കട്ടൊക്കെയാണ് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ എഡിറ്റ്സ് കൊണ്ട് എന്താണ് ഗുണം? അപ്പോൾ നമുക്ക് ഒരു സാധാരണ ഒരു കുറച്ച് വീഡിയോസ് എടുത്തു, അത് തിരക്കെല്ലാം ഒന്ന് എഡിറ്റ് ചെയ്യണം, അത് ടൈം ലൈൻ എഡിറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു വീഡിയോ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ടൈം ലൈൻ എന്ന് പറയുന്നത് അറിയാമായിരിക്കും. ഞാൻ സ്ക്രീനിൽ കുറച്ച് ഇത് കാണിക്കുന്നുണ്ട്, സാമ്പിൾ കാണിക്കുന്നുണ്ട്. ടൈം ലൈൻ എന്തുകൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ ടൈം ലൈൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ആപ്പ് സ്റ്റോറിൽ ഈ ആപ്പിൻ്റെ സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ മനസ്സിലായത്. ഞാൻ കണ്ടത് വെച്ചിട്ട് അതിൽ 2K 60 FPS HDR റെൻഡറിങ് പറ്റുമെന്നാണ് അതിൽ കണ്ടത്. നമ്മളിപ്പോൾ ആ സ്ക്രീൻഷോട്ട് ഉള്ള പോലെയാണ്. 2K അല്ലാത്ത ഓപ്ഷൻസും ഉണ്ട്. ബട്ട് അപ് ടു 2K 60 FPS 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് HDR. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം എഡിറ്റിൽ സപ്പോർട്ട് ചെയ്യുമെന്നും ഈവൻ എഡിറ്റ് ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട ഇൻസ്പിറേഷൻ, അതായത് എങ്ങനെ ഒരു റീൽ ചെയ്യണം അല്ലെങ്കിൽ പുതിയ റീൽ ഐഡിയാസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള സെക്ഷൻ എഡിറ്റ് ആപ്ലിക്കേഷനിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാണ് കണ്ടത്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ സ്ക്രീൻഷോട്ടിൽ കാണുന്ന പോലെ ഓഡിയോ ആഡ് ചെയ്യാനും മാനേജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, വോയിസ് ഓവർ, ക്ലോസ്ഡ് ക്യാപ്ഷൻസ്, അതായത് സബ് ടൈറ്റിൽ പോലുള്ള കാര്യങ്ങൾ, ഓവർലേ, സ്റ്റിക്കർ, ഇതൊക്കെ ഇൻഷോട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. അതൊക്കെ ഈ ആപ്ലിക്കേഷനിൽ ഇൻക്ലൂഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. സൗണ്ട് മാനേജ് ചെയ്യാനുള്ള, വോളിയം കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം എഡിറ്റ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ച് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാതെ ഈ ആപ്ലിക്കേഷനിൽ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ, ഒരു ഇൻസ്റ്റാഗ്രാം റീൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ക്രിയേറ്ററിന് വേണ്ട അത്യാവശ്യം കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ ആപ്പിൽ തന്നെ എക്സ്പോർട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് എന്തായാലും ഇത് ഇൻസ്റ്റാഗ്രാമിലേക്ക് മാത്രമല്ല എവിടേക്ക് വേണമെങ്കിലും നമുക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി മാത്രം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ എഡിറ്റിംഗ് എന്നുള്ള, ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്ന കണ്ടന്റുകളുടെ എഡിറ്റിംഗ് കുറച്ചുകൂടെ സ്ട്രീം ലൈൻ ചെയ്യുവാനും കൂടുതൽ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൻ്റെ തന്നെ ടൂൾസ് ഉപയോഗിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി ചെയ്യുന്നതാണെന്നാണ് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്പിനെ എങ്ങനെ കാണുന്നു? ഇപ്പോൾ ആപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കമൻറ്റിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തേക്കാം. ഇത് ഓൾറെഡി കാണാത്തവർക്ക് അത് ചെക്ക് ചെയ്യാം. അപ്പോൾ ആ ലിങ്കിലൊക്കെ കയറി ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. ഇത് കൂടാതെ ഈ നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒഫീഷ്യൽ ഒരു അനൗൺസ്മെൻറ്റ്, ഒരു റീൽ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. Today we're announcing Edits, a brand new app for making videos on your phone. Now there's a lot going on in the world right now, and no matter what happens, we think it's our job to create the most compelling creative tools for those of you who make videos for not just Instagram, but for platforms out there as we can. And Edits is hoping to do just that. And it's hoping not just to be an editing tool, but an entire full suite of creative tools for those of you who are passionate about making videos on your phone. ഈ ആപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലെ നിങ്ങൾ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന, നിങ്ങൾ റീലായിക്കോട്ടെ, യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരായിക്കോട്ടെ, നിങ്ങളൊക്കെ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്നുകൊണ്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉറപ്പാക്കുക. കാരണം 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മളൊരു ഗിവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ഗിവ് അവേ തന്നെയാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് നമ്മൾ ആ ഗിവ് അവേ അനൗൺസ് ചെയ്യാൻ പോകുന്നത്.
ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഗിവ് അവേ അപ്ഡേറ്റ്സ്, ഈ ഗിവ് അവേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വേറൊരു വീഡിയോയിൽ. ഈ വീഡിയോ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉറപ്പാക്കുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതിനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഈ എഡിറ്റ്സ് ആപ്പ് ലോഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക് യു.